നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ്. നിങ്ങൾ ഒരു കുടുംബ തകർച്ചയിലാണ്. നിങ്ങളുടെ മക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആശങ്കയിലാണ്. നിങ്ങൾ എത്ര അധ്വാനിച്ചിട്ടും എത്ര നിങ്ങൾ സമ്പാദിച്ചിട്ടും ഒന്നും തികയാത്ത ഒരവസ്ഥയിലാണ്. ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന വ്യക്തിയാണോ? കുടുംബ സമാധാനത്തിനു വേണ്ടി രാപ്പകൽ ദൈവസന്നിധിയിൽ കണ്ണുനീർ ഒഴുക്കുന്ന ഒരു വ്യക്തിയാണോ? മക്കളുടെ ജീവിതം ഒന്ന് സെറ്റിലായി കണ്ടാൽ മതി, അവരൊന്ന് അനുഗ്രഹിക്കപ്പെട്ടാൽ മതി, അവർക്കൊരു നല്ല ജോലി കിട്ടിയാൽ മതി, അവരൊന്ന് രക്ഷപ്പെട്ടാൽ മതി, അവരുടെ ദുർശീലങ്ങളൊന്ന് മാറിക്കിട്ടിയാൽ മതി എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? ഇത് ചെറിയൊരു വിഷയമല്ല. അവരെ ആക്രമിക്കുന്നത് ദുരാത്മാക്കളാണെന്നും ദുർഭൂതങ്ങളാണെന്നും പൈശാചിക ശക്തികളാണ് ഇതിന്റെയൊക്കെ പിന്നിൽ എന്നുമൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കാം. അതിനെയൊക്കെ എതിരായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. എന്നാൽ അവിടം കൊണ്ട് പരിഹാരം വരുന്നില്ല. അവിടം കൊണ്ട് എല്ലാത്തിനും അവസാനം വരുന്നില്ല. ഇതിന്റെ എല്ലാം പിന്നിൽ മറ്റ് ചില കാരണങ്ങളുണ്ട്. അതിനുവേണ്ടി നാം എടുക്കേണ്ട ചില നടപടികളുണ്ട്, നാം സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട്. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ വിഷയങ്ങളുടെ മേലൊരു പൂർണ്ണ വിടുതൽ ഉണ്ടാകേണ്ടതിന് ചെയ്യേണ്ടത് എന്ന് നിങ്ങളോട് പറയുന്നൊരു സന്ദേശമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള നിരന്തരമായ വഴക്കുകൾ, വീടുകൾക്കകത്തുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ, ഇതിന്റെ എല്ലാം പിന്നിൽ വെറും ദുരാത്മാക്കളല്ല, അതിനപ്പുറമായി ചില ആഴത്തിലുള്ള സംഭവങ്ങളുണ്ട്. ഇന്നതിനെ വേരോടെ പിഴുതെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധികാരപ്പെടുത്തുന്ന ദിവസമാണ്. അല്പം പോലും സമയം പാഴാക്കാതെ പൂർണ്ണമായി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യാൻ പോകുന്ന ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ചിലർ ആത്മീയ ജീവിതത്തിൽ വളരുന്നു, ചിലർ ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നു, ചിലർ ജയകരമായ നിലയിൽ ആത്മീയ ജീവിതം കൊണ്ടു നടക്കുന്നു. മറ്റു ചിലർ എത്ര പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും യാതൊരു തരത്തിലുള്ള പുരോഗതി ഇല്ലാതിരിക്കുന്നു. ചിലരുടെ ജീവിതത്തിൽ ആവർത്തിച്ച് വളർച്ചകളും അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ അതേപോലെ ദൈവത്തെ വിളിക്കുന്ന മറ്റു ചിലരുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ളതും കൂടെ തകർന്നു പോകുന്ന ഒരവസ്ഥയിലിരിക്കുന്നു. അങ്ങനെയുള്ള ഏതെങ്കിലും കൂട്ടത്തിൽ പെട്ട ഒരാളാണ് നിങ്ങളെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ അത് രേഖപ്പെടുത്തണം. വിശദമായി ഒന്ന് പരിശോധിക്കേണ്ട വിഷയമാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. മറ്റൊന്നുമല്ല, അതിന്റെ കാരണം അഭിഷേകം എന്ന ഒരു വിഷയമാണ് ഇവിടുത്തെ നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. ശ്രദ്ധിച്ചാട്ടെ, പ്രാർത്ഥനയുള്ള എല്ലാവർക്കും അഭിഷേകത്തിൽ നിറഞ്ഞൊരു ജീവിതമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ശൗൽ എന്ന് പറയുന്ന മനുഷ്യന് പ്രാർത്ഥന ഉണ്ടായിരുന്നു, ദൈവത്തെ അറിയാമായിരുന്നു, ദൈവവചനം സംബന്ധിച്ച് ഭയങ്കര പാണ്ഡിത്യമുള്ള അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അഭിഷേകത്തെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു അവയർനെസ് ആ മനുഷ്യന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേ സ്ഥാനത്ത് നിന്ന് ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തെ അറിയുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ തന്റെ മേലുണ്ടായിരുന്ന അനോയിന്റിങ് മെയിൻറ്റെയിൻ ചെയ്യുകയും അത് വർദ്ധിപ്പിക്കാൻ വളരെയധികമായി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. നമുക്ക് രണ്ടുപേരും വിളിക്കുന്നത് ഒരേ ദൈവത്തെ തന്നെയാണ്. എന്നാൽ ഒരു വ്യക്തിക്ക് ലഭിച്ച അവയർനെസ് മറ്റൊരു വ്യക്തിക്ക് ലഭിച്ചിരുന്നില്ല. ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്ന റെവലേഷൻ മറ്റൊരു വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്ന സ്വഭാവം മറ്റൊരു വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശൗൽ എന്ന് പറയുന്ന മനുഷ്യന് പൊസിഷൻ ഉണ്ടായിരുന്നു, പവർ ഇല്ലായിരുന്നു. ശൗൽ എന്ന് പറയുന്ന മനുഷ്യന് വേർഡ് ഉണ്ടായിരുന്നു, അനോയിന്റിംഗ് ഇല്ലായിരുന്നു. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന് പ്രത്യേകിച്ച് രാജസ്ഥാനമൊന്നും ആ സമയം ഇല്ലായിരുന്നെങ്കിലും പവർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേർഡ് ഉണ്ടായിരുന്നത് പോലെ തന്നെ അനോയിന്റിംഗ് ഉണ്ടായിരുന്നു. എന്നെ ഇന്നൊന്ന് ശ്രദ്ധിച്ചാട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായ നിങ്ങൾ അഭിഷേകത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ടോ? ഇല്ല എങ്കിൽ സാത്താനാൽ നിങ്ങൾ ആക്രമിക്കപ്പെടും. വേർഡ് ഇടയ്ക്കിടയ്ക്ക് ഉരുവിടുന്ന നിങ്ങളിൽ അനോയിന്റിംഗ് വ്യാപരിക്കുന്നുണ്ടോ? പവർ റിലീസ് ആകുന്നുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ സാത്താനിക തന്ത്രങ്ങൾക്കകത്ത് പെട്ടുപോകും. വളരെ ഗൗരവമായി ചിന്തിക്കുക. പൊസിഷനുള്ള എല്ലാവർക്കും പവർ ഇല്ല, വേർഡുള്ള എല്ലാവർക്കും അനോയിന്റിംഗ് ഇല്ല. സാത്താൻ എപ്പോഴും പരാജയപ്പെടാൻ വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കുന്ന, സാഹചര്യം ഒരുക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമുള്ളവനാണ്. അതുകൊണ്ടാണ് പത്രോസ് അതിന്റെ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ, പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലൊക്കെ പത്രോസ് ഇങ്ങനെ വളരെ ഗൗരവമായി സംസാരിക്കുന്നത്, പിശാച്
അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുന്നു എന്നാണ് പറയുന്നത്. അതോടുകൂടെ പറയുന്നു, നിങ്ങൾക്കുള്ള സഹോദരന്മാർക്ക് ആ വക കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പീൻ. അവസാനം പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും, ബലം എന്നേക്കും അവനുള്ളത്. ശ്രദ്ധിച്ചാട്ടെ, പത്രോസ് പറയുന്നു ബലം എന്നേക്കും അവനുള്ളത്. ദൈവത്തിന്റെ ബലം, അതാണ് എന്റെയും നിങ്ങളുടെയും കവറിങ്. ദൈവത്തിന്റെ ബലം, ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്, ദൈവത്തിന്റെ ബലം. എപ്പോൾ ഒരു മനുഷ്യൻ ദൈവഭാഗത്തു നിന്നും, ദൈവകൃപയിൽ നിന്നും, അഭിഷേകത്തെ കുറിച്ചുള്ള അവയർനെസ്സിൽ നിന്നും, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും ഗ്രിപ്പ് തെറ്റുന്നോ, ആ സമയം മുതൽ അവനിൽ നിന്ന് ദൈവിക ബലം നഷ്ടപ്പെട്ടു തുടങ്ങും. ഒറ്റയടിക്കങ്ങ് പോവല്ല ഇത്. അല്ലാതെ തന്നെ ദൈവിക ബലം അവനിൽ കുറയുന്ന ഒരവസ്ഥയിലേക്ക് അവൻ വരും. അതാണ് ശിംശോന് സംഭവിച്ചത്. യഹോവ അവനെ പോയി 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 യഹോവ വിട്ടുപോയത് ശിംശോൻ അറിഞ്ഞില്ല. തൽഫലമായി ദുഷ്ടന്മാരുടെ വാളിനവനിരയായി. അതിനെ ശ്രദ്ധിച്ചാട്ടെ, യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം, യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ വ്യക്തമായി 2-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല സത്യം തന്നെ ആകയാലും അത് നിങ്ങൾ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ എന്ന് പറയുന്നു. അപ്പൊ ദൈവത്തിൽ വസിക്കുന്ന ഒരു ജീവിതം മാത്രമേ, ദൈവത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതമുള്ളൂ. സോ നിങ്ങൾ പ്രാർത്ഥനയുടെ വരമുള്ള വ്യക്തിയായിരിക്കാം, ഭയങ്കര അഭിഷേകമുള്ള വ്യക്തിയായിരിക്കാം, ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, വെളിപ്പാടുകളൊക്കെ കാണുന്ന വ്യക്തിയായിരിക്കാം, പ്രവചിക്കുന്ന വ്യക്തിയായിരിക്കാം. അഭിഷേകം മെയിൻറ്റെയിൻ ചെയ്യുക, അഭിഷേകം മെയിൻറ്റെയിൻ ചെയ്യുക, അഭിഷേകം മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ഡിവൈൻ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് മാത്രമേ സാത്താന് ഭയമുള്ളൂ. അല്ലാതെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സാത്താൻ ഭയപ്പെടുന്നില്ല. ഡിവൈൻ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ്. എന്താണ് ഡിവൈൻ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ്? ആ ഡിവൈൻ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫിൽ മാത്രമേ നിങ്ങൾക്ക് അഭിഷേകം പ്രാപിക്കാനും ആ അഭിഷേകത്തിൽ ജീവിക്കാനും സാധിക്കുകയുള്ളൂ. ആ ഡിവൈൻ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ്. സ്തോത്രം. എന്താണ് 1-ാമത്തെ കാര്യം? ഡിവൈൻ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫിലുള്ള ഒരു വ്യക്തി വിശുദ്ധ ജീവിതം ഉണ്ടാകും. ഒരു കോംപ്രമൈസും ഇല്ല ആ കാര്യത്തിൽ. വിശുദ്ധ ജീവിതം. നമ്മൾ പല്ല് തേച്ച് തലമുടി ചെയ്യുക, പൗഡർ ഇട്ട് പുതിയ ഡ്രസ്സ് ധരിച്ച് നടക്കുന്ന വിശുദ്ധിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരേ സമയം ശരീരശുദ്ധിയും അതേസമയം മനഃശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന ഒരു ജീവിതം, ദൈവവചനത്തെ വിട്ടുകളയാത്ത ഒരു ജീവിതം, ദൈവവചനത്തോട് എല്ലാ കാര്യങ്ങളിലും അനുസരണ പുലർത്തുന്ന ഒരു ജീവിതം, വിശുദ്ധ ജീവിതം. മനുഷ്യനല്ല, ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ഒരു ജീവിതം. ഇവിടെയാണ് ദൈവം നമ്മളെ ബ്ലസ് ചെയ്യുന്നത്. 2-ാമത്തെ കാര്യം, ദൈവസന്നിധിയിൽ സമയം ചെലവിടുന്ന ഒരു ജീവിതം. പ്രസൻസ് ഇല്ലെങ്കിൽ പവർ ഇല്ല. ഒന്ന് ടൈപ്പ് ചെയ്തേ, പ്രസൻസ് ഇല്ലെങ്കിൽ പവർ ഇല്ല. പ്രസൻസ് ആണ് നമ്മളിൽ പവർ കൊണ്ടുവരുന്നത്. 3-ാമത്തെ കാര്യം, വചനത്തിൽ ആഴമുള്ള ഒരു ജീവിതം. വചനത്തിൽ ആഴമുണ്ടെങ്കിൽ ഡിസേൺമെന്റ് നമ്മളിൽ വർക്ക് ചെയ്യുള്ളൂ. വേർഡ് ഇല്ലെങ്കിൽ ഡിസേൺമെന്റ് ഇല്ല. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയി വഞ്ചിക്കപ്പെടും. 4-ാമത്തെ കാര്യം, സമർപ്പണമുള്ള ഒരു ജീവിതം. സമർപ്പണമുള്ള ഒരു ജീവിതം. 5-ാമത്തെ കാര്യം, ഉപവാസവും പ്രാർത്ഥനയുമുള്ള ഒരു ജീവിതം. പകുതി സമർപ്പിച്ച ജീവിതമാണ്, പൂർണ്ണമായി സമർപ്പിച്ച ഒരു ജീവിതം. പകുതി സമർപ്പിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തെ സാത്താൻ പോലും വിലമതിക്കുന്നില്ല എന്നുള്ളതാണ്. പൂർണ്ണമായി ഒരു വ്യക്തി ദൈവത്തിനായി ജീവിക്കുകയും ദൈവവചനത്തിൽ നിലകൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവനെ സാത്താൻ പോലും നോക്കുന്ന വ്യൂ ഓഫ് ആംഗിൾ എന്ന് പറയുന്നതിന് ഡിഫറന്റ് ആണ്. വേറൊരു വീക്ഷണകോണിലാണ് അവനെ കാണുന്നത്. ഈ ശ്രദ്ധിച്ചാൽ ശൗൽ ദാവീദിനെ നോക്കിയത് ഒരു ഡിഫറന്റ് ആംഗിളിലാണ്. കാര്യം എന്താ? ശൗലിന് കിട്ടാത്ത പലതും ദാവീദിന് കിട്ടും. കാരണം മനുഷ്യരുമായിട്ടുള്ള ബന്ധം, മനുഷ്യരുടെ പ്രശംസ, ദൈവത്തിന്റെ കൃപകൾ, പാടാനുള്ള കഴിവ്, അഭിഷേകത്തിന്റെ ചലനം, അതിശക്തമാകുന്ന ധൈര്യം, ഇതെല്ലാം കൊണ്ട് ജനങ്ങൾ ദാവീദ് 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 എന്ന് പറയുമ്പോൾ ശൗലിന്റെ ഉള്ളിൽ അസൂയയുടെ ആത്മാവ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോ ദാവീദിനെ നോക്കിയത് തന്നെ ഡിഫറന്റ് ആംഗിളിലാണ്. സുഹൃത്തെ, പലരും നിങ്ങളെ നോട്ടപ്പുള്ളിയാക്കാൻ കാരണം നിങ്ങൾ ഒരു പ്രത്യേക അഭിഷേകത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേക അഭിഷേകത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മറ്റ് കോവർക്കേഴ്സ് 3-4 പേര് ചേർന്ന് ദാനിയേലിനെ നോക്കിയത് വേറൊരു ആംഗിളില്ല. കാര്യം എന്താ? എല്ലാ മേഖലയിലും നൈപുണ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ദൈവം അങ്ങനെ അങ്ങ് അനുഗ്രഹിച്ചു.
ഫലമുള്ളവനെ അസൂയയോടെ ലോകം നോക്കത്തുള്ളൂ. കൃപയുള്ളവനെ അസൂയയോടെ ലോകം നോക്കത്തുള്ളൂ. ഈ അസൂയക്കകത്ത് നമ്മൾ പെട്ടുപോകരുതെങ്കിൽ, നമ്മൾ വീണു പോകരുതെങ്കിൽ നാം എന്തോ വേണം? ദൈവ ബലത്തിൽ നിറഞ്ഞൊരു ജീവിതം വേണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പലരും നിങ്ങളെ നോക്കുന്നു, പലരും നിങ്ങൾക്കെതിരെ വേണ്ടാത്തത് പറയുന്നു, പലരും നിങ്ങളെ അസഹ്യപ്പെടുത്തുന്നു, നിങ്ങളെ ശല്യം ചെയ്യുന്നു, നിങ്ങളെ മാനസികമായി വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരു പ്രത്യേക ദൈവത്തിന്റെ അഭിഷേകം പകരപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അത് സൂക്ഷിക്കുക. ഈ അഭിഷേകത്തിൽ നിന്ന് നിങ്ങൾ വിഡ്രോ ചെയ്യുക. അതാണ് അവന്റെ ഉദ്ദേശം. സാത്താന്റെ ആ സമ്മർദ്ദവും സാഹചര്യവും എല്ലാം ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നതിന്റെ കാരണം ഈ അഭിഷേകത്തിൽ നിന്ന് നിങ്ങൾ വിഡ്രോ ചെയ്യുക. വിട്ടുകൊടുക്കുക. ഇന്നു മുതൽ ഞാൻ കർത്താവിനായി ജീവിക്കുമെന്ന് പറഞ്ഞ് ഒന്ന് ടൈപ്പ് ചെയ്ത്, ഇന്നു മുതൽ ഞാൻ കർത്താവിനായി ജീവിക്കും. ഇന്നു മുതൽ ദൈവത്തിന്റെ ബലത്തിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് ടൈപ്പ് ചെയ്ത്, ഇന്നു മുതൽ ഞാൻ ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. മനുഷ്യർ നോക്കി, മനുഷ്യർ എന്തേലും ചെയ്തു, മനുഷ്യർ എന്തേലും പറഞ്ഞു, മനുഷ്യർ ചിരിച്ചു, മനുഷ്യർ കളിയാക്കി, മനുഷ്യർ പരിഹസിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബലം നഷ്ടപ്പെടുന്നില്ല. ദൈവത്തിൽ നിന്നാണ് നമുക്ക് ബലം ലഭിച്ചത്. പകരം എന്തുവാ നഷ്ടപ്പെടുന്നത്? നമ്മുടെ അകത്തുള്ള ആത്മീയ ഊർജം എന്നല്ലല്ലോ അതിനെ പറയേണ്ടത്. എന്തുവാ? നമ്മുടെ അകത്തുള്ളൊരു കറേജ്, ധൈര്യം. നമ്മുടെ അകത്തുള്ള ധൈര്യമാണ് ക്ഷയിച്ചു പോകുന്നത്. അയ്യോ, അവരെന്നെ പറഞ്ഞു, അപ്പൊ ദൈവം അനുവദിച്ചിട്ടല്ലേ, അവരെന്നെ കളിയാക്കി, ദൈവം അനുവദിച്ചിട്ടല്ലേ, അവരിതേ വളരുന്നു, ഞാനിതേ താഴ്ന്നു പോകുന്നു, അപ്പൊ ദൈവം അനുവദിച്ചിട്ടല്ലേ. സാത്താൻ എപ്പോഴും സാഹചര്യം സൃഷ്ടിക്കുന്ന വ്യക്തിയാണ്, സമ്മർദ്ദം ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. എന്നിട്ട് നമ്മളെ അതിന്റെ ഒരു വ്യക്തിമാക്കി കൊണ്ട് അവിടെ നിർത്തും. മനസ്സിലായോ? ഡയറക്റ്റായി സാത്താൻ ഒരിക്കലും നമ്മളെ ആക്രമിക്കുന്നില്ല. പകരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു, വ്യക്തികളെ കൊണ്ടുവരുന്നു, സമ്മർദ്ദം ഉണ്ടാക്കുന്നു, പാപം ചെയ്യാൻ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചിട്ട് നമ്മളെ അവിടെ ഒരു വ്യക്തിമായി കൊണ്ടുവരും. ആ പാപത്തിലേക്ക് വീഴും. സാഹചര്യം ഒരുക്കും. അല്ലാതെ വരൂ നമുക്ക് പാപം ചെയ്യാൻ പോകാന്ന് പറഞ്ഞാൽ ആരെയും പിടിച്ചോണ്ട് സാത്താൻ പോകുന്നില്ല. പകരം സാഹചര്യം ഒരുക്കി, സമ്മർദ്ദം ഉണ്ടാക്കി അതിലേക്ക് വീഴ്ത്തും. ദൈവം നിന്നെ വെറുക്കുന്നില്ല, നിന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഈ ആലോചന കേൾപ്പിക്കുന്നത്. ദൈവം നിന്നെ സ്നേഹിക്കും, അതുകൊണ്ടായിരുന്നു ഈ ആലോചന കേൾപ്പിക്കുന്നത്. ഞാൻ ദൈവത്തിനായി ജീവിക്കുന്നു പറ. ഏത് ഇംപ്യൂരിറ്റീസും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മാറും സുഹൃത്തെ. ഏത് ഇംപ്യൂരിറ്റീസും മാറും. പകരം ഡിവൈൻ കറേജ് നിന്നിൽ നിറയും. നിന്നെ അതിശക്തമായി ദൈവം ഉപയോഗിക്കും. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ അക്കമിട്ട് കർത്താവ് ചെയ്തു തരും. ആമേൻ പറ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. സോ നമുക്ക് അഭിഷേകം വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു ഡിവൈൻ ഡിസിപ്ലിനിൽ നമ്മൾ ജീവിച്ചുവെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ അഭിഷേകത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കമന്റ് ചെയ്യുക. കർത്താവ് നിങ്ങളുടെ ആ വാക്കിനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി തന്നെ സ്വർഗത്തിൽ അത് റെക്കോർഡ് ചെയ്യട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ബ്ലെസ്സിംഗ് ആയെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ഏതൊരു പ്രാർത്ഥനാ വിഷയവും ചുവടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കാം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ആ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വിളിച്ചും പ്രാർത്ഥനകൾ നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ താഴെ നിങ്ങൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സാപ്പിന്റെ കമ്മ്യൂണിറ്റി ലിങ്ക് കാണും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഞങ്ങളെയും ഓർത്ത് നിങ്ങളും പ്രാർത്ഥിച്ചാട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബി വിത്ത് യു.